അഷ്ടമുടിക്കായലിന്റെ തെക്കേ അറ്റത്തേക്കാണ് അതിരാവിലെ എഴുന്നേറ്റുള്ള ഈ യാത്ര. മരിയാനോ റോബർട്ടോയുടെയും സ്റ്റെഫി ഗ്രാഫിന്റെയും സഖാവ് ബ്രൂണോയുടെയും ഒക്കെ നാട് കാണാൻ. കണ്ണൂരുകാരിയായി ഞാൻ എറണാകുളത്ത് എത്തിയിട്ട് കുറച്ച് വർഷങ്ങളായി. പക്ഷേ കൊല്ലത്തേക്ക് മാത്രമായിട്ടൊരു യാത്ര ഇതാദ്യമായിട്ടാണ്. കണ്ടല്ലോ, ഇതാണ് കൊല്ലം ജില്ലയിലെ സാമ്പ്രാണിക്കൊടി. ആ കാണുന്ന തുരുത്തിലേക്കാണ് നമുക്ക് പോവേണ്ടത്. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. 9:30 ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആകുള്ളൂ. അതറിയാതെ ഞങ്ങൾ കുറച്ച് നേരത്തെയും എത്തി. നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു 3 മണിക്കൂർ. പക്ഷെ അതൊരു പീസ്ഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ലോ മൂവിങ് ആയിരുന്നു. ഏതായാലും കുറച്ച് സമയമുണ്ട്. അതിനിടയ്ക്ക് സാമ്പ്രാണിക്കൊടിയെക്കുറിച്ച് ഞാൻ അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറയാം. പണ്ട് ചെറിയ കപ്പലുകൾ ചരക്ക് കയറ്റാനും ഇറക്കാനും ഒക്കെ അടുപ്പിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു അത്ര ഇത്. അന്ന് ചൈനക്കാരുടെ ധാരാളം കപ്പലുകൾ ഇവിടെ എത്തുമായിരുന്നു. ഈ ചൈനീസ് കപ്പലുകളെ ചാമ്പ്രാണി എന്നാണ് ഇവിടെയുള്ളവർ വിളിച്ചിരുന്നത്. ചാമ്പ്രാണി പിന്നീട് സാമ്പ്രാണിയായെന്നും ഇവിടെയുള്ളവർ പറയുന്നു. നമ്മൾ ഇപ്പോഴുള്ള പ്രാക്കുളം പോട്ടുചെട്ടി കൂടാതെ മൺട്രോ തുരുത്തിൽ നിന്നും കുരീപ്പുഴ പോട്ടുചെട്ടിയിൽ നിന്നും സാമ്പ്രാണിക്കൊടിയിലേക്ക് സർവീസ് ഉണ്ട്. അങ്ങനെ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തും ഒരു ക്യാൻറ്റീൻ ഉണ്ട്, പക്ഷെ അതും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ പുറത്തു പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വീണ്ടും തിരിച്ചു വന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ടെർമിനൽ 2 ഞങ്ങൾ എത്തിയത്. അവിടെയും പോസ്റ്റ് തന്നെ, കാരണം സമയം അപ്പോഴും 9:30 ആയിട്ടുണ്ടായിരുന്നില്ല. എന്താ സമയം പോകാത്തത് എന്ന് ഓർത്തങ്ങ് നടക്കുമ്പോഴാണ് ഈ ചേട്ടൻ മീൻ പിടിക്കാൻ വരുന്നത് കാണുന്നത്. അപ്പോ പിന്നെ ക്യാമറയും ഒപ്പം പോയേക്കാം എന്നങ്ങ് വിചാരിച്ചു. DTPCയുടെ കീഴിലാണ് ഇവിടുത്തെ ബോട്ട് സർവീസ്. ടെർമിനൽ 1 നിന്നായാലും 2 നിന്നായാലും ഒരാൾക്ക് 150 രൂപയാണ് നൽകേണ്ടത്. പക്ഷേ കമ്പാരേറ്റീവ്ലി ടെർമിനൽ 1 കയറുമ്പോൾ നമുക്ക് അധിക ദൂരമൊന്നും ബോട്ടിൽ യാത്ര ചെയ്യാനില്ല. കാരണം കണ്ണടച്ചു തുറക്കും മുൻപ് നമ്മൾ തുരുത്തിലെത്തും. ടെർമിനൽ 2 കയറുമ്പോൾ കുറച്ചുകൂടി ദൂരം ബോട്ടിൽ സഞ്ചരിക്കാനാകും. അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള ബോട്ടെത്തി. ഒരു ബോട്ടിൽ 7 പേരുണ്ടാവണം. നമ്മുടെ ഗ്രൂപ്പിൽ 7 പേര് ഇല്ലെങ്കിൽ ബാക്കിയുള്ള ഗ്രൂപ്പിൽ നിന്നുമൊക്കെ ആളെ കയറ്റി 7 പേരായിട്ടേ ബോട്ടെടുക്കും. 1 മണിക്കൂറാണ് നമുക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയം. അപ്പോഴേക്കും നമ്മുടെ DTPC ചേട്ടൻ ബോട്ടുമായിട്ട് ഞങ്ങളെ കൂട്ടാൻ വരും. തുരുത്തിലെത്തുന്നതിന് മുൻപ് ഒരു കഥ കൂടി പറയാം. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു നാച്ചുറൽ ഐലൻഡ് അല്ല, ഇതൊരു മാൻമെയ്ഡ് ഐലൻഡ് ആണ്. കായലും കടലും ചേരുന്നിടത്ത് ഫോം ചെയ്ത മനോഹരമായിട്ടുള്ള ഒരു തുരുത്ത്. ദേശീയ ജലപാത നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് അഷ്ടമുടിക്കായലിന്റെ ആഴം കൂട്ടാൻ വേണ്ടി മണ്ണ് ഡ്രെഡ്ജ് ചെയ്തിരുന്നു. ഇങ്ങനെ മണ്ണ് കൂട്ടിയിട്ട സ്ഥലത്ത് ആരൊക്കെയോ കണ്ടലിന്റെ വിത്ത് പാകിയെന്ന് ചിലർ പറയുന്നു. അതല്ല, മഴക്കാലത്ത് കണ്ടൽ ചെടികൾ ഒഴുകി വന്ന് അവിടം പിന്നീട് ഒരു കണ്ടൽ തുരുത്ത് തന്നെ ഉണ്ടായി എന്ന് വേറെ ചിലരും പറയുന്നു. ഏതായാലും നമ്മൾ ഇപ്പോൾ കാണുന്നത് അതിമനോഹരമായ കാഴ്ചകളുള്ള, വളരെ പീസ്ഫുള്ളായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകില്ല. അങ്ങനെ നമുക്ക് ഇറങ്ങേണ്ട സ്ഥലത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ കുറെ കച്ചവടക്കാരെയൊക്കെ കാണാം. അതൊക്കെ ഇവിടുത്തെ നാട്ടുകാരാണ്. ഈ കാണുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ഇറങ്ങി നിൽക്കാം, ഫോട്ടോ എടുക്കാം. പിന്നെ ഇവിടുത്തെ കച്ചവടക്കാരുടെ കയ്യിൽ നിന്നും ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളും വെള്ളവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടും. നമ്മൾ ബോട്ട് ഇറങ്ങുമ്പോഴേക്കും കുറെ പേര് വള്ളങ്ങളിൽ കാത്തു നിൽക്കുന്നുണ്ടാവും.
കാരണം അകത്തേക്ക് ഇനിയും കുറേ കാഴ്ചകൾ കാണാനുണ്ട്. അവിടേക്ക് DTPCയുടെ ബോട്ട് പോകില്ല, കാരണം അത്രയും വെള്ളം നമ്മൾ ഈ പോകുന്ന സ്ഥലത്തില്ല. ഇത് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഓപ്റ്റ് ചെയ്താൽ മതി. പക്ഷെ ഞങ്ങൾക്കത് വേർത്തായിട്ടാ തോന്നിയത്. നമ്മൾ എത്ര പേരാണെങ്കിലും ഒരാൾക്ക് 100 രൂപ വെച്ച് കൊടുത്താൽ ഈ വള്ളക്കാർ നമ്മളെ അതിൽ കയറ്റി കുറച്ചുകൂടി ദൂരം കാഴ്ചകളൊക്കെ കാണിച്ച് ഇങ്ങനെ കൊണ്ടുപോകും. കുറച്ചുകൂടി കഴിയുമ്പോൾ നമ്മൾ ബോട്ട് ഇറങ്ങിയ സ്ഥലത്തെ പോലെ നമുക്ക് ഇറങ്ങി നിൽക്കാനുള്ള സൗകര്യവും ഉണ്ടാകും. 2018 DTPC ഇവിടെ ബോട്ട് സർവീസ് ആരംഭിക്കുന്നത്. അതിനു മുൻപും സ്വകാര്യ വ്യക്തികൾ അവരുടെ വള്ളങ്ങളിൽ ഇവിടെ സർവീസ് നടത്തിയിരുന്നു. വള്ളത്തിലൂടെ ഇങ്ങനെ ഇവിടുത്തെ കൊറ്റികളെയും നീർക്കാക്കകളെയും ചെമ്മീൻ കെട്ടുകളും ഒക്കെ കണ്ടൊരു യാത്ര. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേർത്തായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മളിപ്പോൾ ഒരാളാണെങ്കിൽ പോലും 100 രൂപ കൊടുത്താൽ ഇവിടുത്തെ വള്ളക്കാര് ഈ കാഴ്ചകളൊക്കെ കാണിച്ച് നമ്മളിങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ വള്ളക്കാരൻ ഞങ്ങളെ ഒരു സ്ഥലത്ത് ഇറക്കി. മുട്ടൊപ്പം വെള്ളം മാത്രമേ ഇവിടെയുള്ളൂ, ചില സ്ഥലത്ത് അത്ര പോലും ഇല്ല. അതുകൊണ്ട് തന്നെ കുട്ടികളെയും കൊണ്ടും ഇവിടെ ധൈര്യമായിട്ട് വരാം. അങ്ങനെ ബോട്ട് ഇറങ്ങിയ സ്ഥലത്തേക്ക് ഞങ്ങൾ തിരിച്ചു പോവാണ്. ദേ ആ വരുന്ന ചേച്ചിമാരെ കണ്ടു. നല്ല ചൂട് കപ്പയും കല്ലുമ്മക്കായും കൊണ്ടുവരുന്ന മാലാഖമാരാണ് കേട്ടോ അവര്. കപ്പയും കല്ലുമ്മക്കായും എന്ന് കേൾക്കുമ്പോൾ അങ്ങനെ വിടാൻ പാടില്ലല്ലോ. അങ്ങനെ അത് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള ബോട്ടെത്തി. ഈ കൊല്ലം യാത്രയിൽ മൺട്രോത്തുരുത്തുകൂടി കവർ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് സാമ്പ്രാണിക്കൊടിയോട് ബൈ പറയാണ്. അടുത്ത വീഡിയോയിൽ മൺട്രോ ഐലൻഡിലെ വിശേഷങ്ങൾ കാണാം.